10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള അഞ്ജു ഖർബന്ദ എഴുതിയ ലഘുകഥയാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഖിഡ്കി. ആദ്യം നമുക്ക് ലേഖികയായിട്ടുള്ള അഞ്ജു ഖർബന്ദയെ പരിചയപ്പെടാം. പേജ് നമ്പർ 11 അവരുടെ പ്രൊഫൈലുണ്ട്, നമുക്കൊന്ന് നോക്കാം. അഞ്ജു ഖർബന്ദ का जन्म 31 अक्टूबर 1971 में दिल्ली में हुआ था. वे अध्यापिका, लेखिका तथा रेडियो कलाकार हैं. लघुकथा, कविता, संस्मरण आदि विधाओं में वे कार्यरत हैं. उजली होती भोर, किंग्सवे कैंप, दिल्ली नव आदि प्रकाशित कृतियां हैं. സാവിത്രിബായി ഫുലെ സമ്മാൻ സെ വെ പുരസ്കൃത ഹെ. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് 1971 ഒക്ടോബർ 31 അഞ്ജു ഖർബന്ദയുടെ ജനനം. ഡൽഹിയിലായിരുന്നു അവരുടെ ജനനം. അവർ അധ്യാപികയായിട്ടും ലേഖികയായിട്ടും റേഡിയോ കലാകാരിയായിട്ടും ആണ് ജോലി ചെയ്തിരുന്നത്. ലഘുകഥ, കവിത, സംസ്മരൺ എന്നീ വിധകളിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കൃതികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഉജ്ജലി ഹോത്തി ഭോർ, കിങ്സ്വേ ക്യാമ്പ്, ദില്ലി നൗ. ഇത് ഇവരുടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കൃതികളാണ്. സാവിത്രിബായി ഫുലെ സമ്മാൻ സെ വെ പുരസ്കൃത ഹെ. അവർക്ക് കിട്ടിയ അവാർഡാണ് സാവിത്രിബായി ഫുലെ സമ്മാൻ. ഓക്കെ, നമ്മൾ പാഠഭാഗത്തേക്ക് കയറുമ്പോൾ അതിനകത്ത് ഒരു ചിത്രം കാണുന്നുണ്ട്. ഒരു ട്രെയിൻ യാത്രക്കാരായിട്ടുള്ള കുറച്ച് ആളുകളും ഒക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. നോക്കാം എന്താണ്. होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. ഹോഷിയാർപൂരിൽ നിന്നും കല്യാണത്തിനുള്ള ക്ഷണം വന്നിട്ടുണ്ട്. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. ട്രെയിൻ സെ ജാന തയ് ഹുവ, ട്രെയിനിൽ പോവാനാണ് തീരുമാനിച്ചത്. തയ് ഹുവ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार एसी के बजाय ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. തണുപ്പ് ചെറുതായിട്ടിങ്ങനെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് തന്നെ ചിന്തിച്ചു, ചലോ ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. എന്താണ്, എ സി ഒഴിവാക്കിയിട്ട് ഇപ്രാവശ്യം നമുക്ക് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए. ആദ്യം ഭാര്യയും മക്കളൊക്കെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിൽ കുറച്ച് അവരിത്തിരി ദേഷ്യപ്പെട്ടു. पर फिर थोड़ी ना नुकुर के बाद मान गए. പിന്നെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരത് അംഗീകരിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफ़र. ഡൽഹിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്ര. സീറ്റ് ബുക്ക് थी तो ज़्यादा परेशानी नहीं हुई. സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കാരണം മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ബച്ചോം നെ ഛട്ട് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ട്ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ വിൻഡോ സീറ്റ്, ഖിഡ്കി നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ്. ഖിഡ്കി വാലി സീറ്റ്, ജനവാതിലിനടുത്തുള്ള സീറ്റ്, വിൻഡോ സീറ്റ് അവർ കൈക്കലാക്കി. ചപ്പട്ട്ലി എന്ന് പറഞ്ഞാൽ അവരത് കൈക്കലാക്കി. സാരാ സാമാൻ സെറ്റ് കർ മേ और പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ. സാരാ സാമാൻ സെറ്റ് കർ, മുഴുവൻ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ട് അവർ മേം और പത്നി, ഞാനും എൻ്റെ ഭാര്യയും, ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ, സംസാരത്തിൽ മുഴുകിയിരുന്നു. മഷ്ഗൂൽ ഹോന എന്ന് പറഞ്ഞാൽ ലീൻ ഹോന, മുഴുകുക എന്നാണ് അർത്ഥം വരുന്നത്. दीदी जम्मू की शाल ले लो, बहुत बढ़िया है. रंग बिरंगी शालों का भारी गट्टर उठाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को इसरार करने लगी. ഇവിടെ എന്താ പറയണത്? ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ദീദി ജമ്മുക്ക് ഷാൾ ലേലോ, ജമ്മുവിൽ നിന്നുള്ള ഷാൾ എടുത്തോളൂ. ബഹുത് ബഢിയാ ഹെ, വളരെ വലുതാണ്. അതായത് ഇവരൊരു ഷാൾ വിൽപ്പനക്കാരിയാണ്. അപ്പോൾ ഇവരുടെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ദീദി ജമ്മുക്ക് ഷാൾ ലേലോ, ബഹുത് ബഢിയാ ഹെ, വളരെ വലിയ ഷാളാണ്, ഇതെടുത്തോളൂ. രംഗ് ബിരംഗി ഷാളോം ക ഭാരി ഘട്ടർ
उठाए एक सांवली सलोनी कचराരി ആംഗോं वाली युवती പത്നി കോ ഇസ്രാർ करने लगी. ഇപ്പോൾ പല നിറത്തിലുള്ള ബിരങ്കി എന്ന് പറഞ്ഞാൽ പല വർണ്ണത്തിലുള്ള ഷാളുകളുടെ ഭാരി ഖെട്ടർ എന്ന് പറഞ്ഞാൽ കെട്ട്, ഭാരമുള്ള കെട്ട് ഉഠായെ ഏറ്റിയിട്ട് ഏക്ക് സാംവലി സലോനി കചരാരി ആംഗോं वाली യുവതി. സാംവലി എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറത്തിലുള്ള, സലോനി എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള, കചരാരി ആംഗോं वाली യുവതി. കചരാരി എന്ന് പറഞ്ഞാൽ കൺമഷി എഴുതിയ കണ്ണുകളോടെയുള്ള യുവതി. പത്നിക്കോ ഇസ്രാർ കർണേലേക്ക്, പത്നിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇസ്രാർ കർണ എന്ന് കൊതിപ്പിക്കുക. ഇവർ ചോദിക്കുകയാണ് കിത്തിനെ കീഹേ, എത്രയാണ്, അതായത് എന്താ വില എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. കിത്തിനെ കീഹേ. ഇപ്പോൾ അതിനുത്തരമായിട്ട് ആ സ്ത്രീ പറയാണ് 2800 250 രൂപ. അതിന് അപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇത്തി മെഹങ്കി, ഇത്ര വിലയോ, അതായത് ഇത്തിനി മെഹങ്കി എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് ഇത്തി മെഹങ്കി, ഇത്ര വിലയോ. അത് കേട്ട കച്ചവടക്കാരി പറയാണ് ജ്യാദ പീസ് ലോഗി തു കം കർ ദൂങ്കി, കൂടുതൽ പീസ് എടുക്കണമെങ്കിൽ കുറച്ച് തരാം. അത് കേട്ടപ്പോൾ നമ്മളുടെ ഷാള് വാങ്ങിക്കുന്ന സ്ത്രീ ചോദിക്കുകയാണ് മുജേ ദുകാൻ ഖോൽനി ഹിക്ക, എന്തിനാ എനിക്ക് കട തുടങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് അവരോട് തിരിച്ച് ചോദിക്കണം. മുജേ ദുകാൻ ഖോൽനി ഹിക്ക. ഇത് കേട്ട കച്ചവടക്കാരി ലേ ലോന ബഹനോം ഓർ ഭാബിയോം കേലിയെ, എടുത്തോളൂ, ബഹനോം ഓർ ഭാബിയോം കേലിയെ, സഹോദരിമാർക്കും അതേപോലെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാർക്കൊക്കെ വേണ്ടി. मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യയ്ക്ക് ഇഷാര കിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അടയാളം കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം, ആംഗ്യം കാണിക്കുക. ഞാൻ ഭാര്യയ്ക്ക് ആംഗ്യം കാണിച്ചു, അതായത് ഷോൾ വാങ്ങിച്ചോളൂ എന്ന രീതിയിൽ. തോ ഉസ്നെ ആംഖേം തരേർക്കർ മുझे ചുപ് രഹനെ ക സംകേത് ദിയ. പക്ഷെ അവരെന്താ ചെയ്തേ, മുझे ആംഖേം തരേർക്കർ, എന്നോട് കണ്ണുരുട്ടിയിട്ട്, ആംഖേം തരേർന്ന് കണ്ണുരുട്ടിയിട്ട്, ചുപ് രഹനെ ക സംകേത് ദിയ, മിണ്ടാതിരിക്കാൻ എന്നോട് എന്താ അടയാളം കാണിച്ചു. അപ്പോൾ ഇവിടെ ഇഷാര കർണ സംകേത് കർണ രണ്ടിനും ഒരേ മീനിങ്ങാണ് വരുന്നത്. ഓക്കെ, അടയാളം, ആംഗ്യം കാണിക്കുക, അടയാളം കാണിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അച്ഛാ 5 പീസ് ലൂം തു കിത്തനേക്ക് ദോഗി. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 5 പീസ് എടുക്കണമെങ്കിൽ എത്ര രൂപ തരേണ്ടി വരും? അതിനുത്തരമായിട്ട് കച്ചവടക്കാരി പറയുന്നത് 200 രൂപയെ പെർ പീസ് ലേന ദീദി, 200 രൂപയെ പെർ പീസ് ലേന ദീദി. ഇപ്പോൾ 200 രൂപയ്ക്ക് തരാം. നമ്മൾ ആദ്യം ഇവർ 250 രൂപയാണ് ഒരു പീസ് ഷാളിന് പറഞ്ഞത്. അപ്പോൾ 5 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ 200 രൂപയ്ക്ക് തരാമെന്ന് അവർ പറഞ്ഞു. 100 രൂപയെ പെർ പീസ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ് വേണ്ട, 100 രൂപയെ പെർ പീസ്, 100 രൂപയ്ക്ക് ഒരു പീസ് തരുമെങ്കിൽ എനിക്ക് മതിയെന്നവർ പറയുന്നു. ദീദി 100 तो बहुत कम है, ചേച്ചി 100 എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറച്ചല്ലേ. कहते हुए उसका गला जूंथ गया और उसकी कजरारी आंखें भर आई. അത് പറയുന്നതോടൊപ്പം कहते हुए उसका गला, അവരുടെ തൊണ്ട, ജൂന്ത് ഗയ ഇടറാൻ തുടങ്ങിയപ്പോൾ അവരുടെ തൊണ്ട ഇടറി. और उसकी कजरारी आंखें भर आई, കൺമഷി എഴുതിയ അവരുടെ മിഴികൾ നിറയാൻ തുടങ്ങി. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. അപ്പോൾ നമ്മളുടെ ഷാൾ വാങ്ങിക്കുന്ന സ്ത്രീ പറയാണ് ഓക്കെ, ന തേരി ന മേരി, എനിക്കില്ല നിനക്കില്ല. അത് ശരിക്കും പറയുന്നത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ന തേരി ന മേരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 150 രൂപയ്ക്ക് പീസ്, ഒരു പീസിന് 150 രൂപ എന്ന് പറയുന്നു. अच्छा दीदी ठीक है, लो रिंग पसंद कर लो. कुछ सोचते हुए उसने कहा और खट्टर पत्नी के सामने सरका दिया. അപ്പോൾ ഇവർ പറഞ്ഞത് 150 രൂപയ്ക്ക് ഞാൻ 5 പീസ് വെച്ച്, 150 രൂപ ഒരു പീസ് 150 രൂപ വെച്ച് ഞാൻ 5 പീസ് എടുത്തോളാം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങനെ മതി എന്ന് പറയുമ്പോൾ ഇവർ കുറച്ച് നേരം ചിന്തിച്ച് നിന്നിട്ട്, കുച്ച് സോച്ചത്തേ ഹുയേ, കുറച്ച് സമയം ചിന്തിച്ച് നിന്നിട്ട് അവർ പറഞ്ഞു अच्छा दीदी ठीक है, लो ड्रिंक पसंद कर लो. ഓക്കെ ചേച്ചി, ഓക്കെയാണ്, ഇഷ്ടമുള്ള കളർ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു.
ഇത് പറഞ്ഞിട്ട് ഖെട്ടർ പത്നിക്ക് സാമ്നെ സറക്കാതിയ, ആ കെട്ട് ഭാര്യയുടെ നേരെ മുന്നിലേക്ക് നീക്കി വെച്ചു. സറക്കാതിയ എന്ന് പറഞ്ഞാൽ നീക്കി വെക്കുക എന്നർത്ഥം. പത്നിനെ 5 ഷോളയും അലഗ് കർ ലി और मेरी ओर देख രൂപയെ देने का इशारा किया. അപ്പോൾ ഭാര്യ 5 ഷോളുകൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി എൻ്റെ നേരെ അടയാളം കാണിച്ചു, ആംഗ്യം കാണിച്ചു. मैंने छाट 750 രൂപയെ നികാൽക്കർ ദേ ദിയ. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തിട്ട് അവർക്ക് കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ്, അവർ പോയതിന് ശേഷം രാസ്തേ ഭർ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി മുഴുവൻ, അതായത് വഴി നീളെ പത്നിക്ക് സി ബാത് പർ അടക്കി രഹി, ഭാര്യയുടെ ചിന്ത ഈ ഒരു കാര്യത്തിൽ തന്നെ തങ്ങി നിന്നു. അടക്കി ഹുയി എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക, അടക്കി രഹി. ഓ ഏക് ബാർ മേ ഹി ഠേഠ് സൗമ്യ മാൻകി, ഇവരൊറ്റയടിക്ക് തന്നെ 150 രൂപയ്ക്ക് അംഗീകരിച്ചു. ഗലത്തിക്ക്, തെറ്റായിപ്പോയി. തോടാ തോൾമോൾ അവർ കർണ ചാഹിയേ ഥ, ഒന്നുകൂടെ തോൾമോൾ കർണ എന്ന് പറഞ്ഞാൽ വില പേശുക, ബാർഗെയിൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഒന്നുകൂടെ വില പേശാമായിരുന്നു. ഒന്നുകൂടെ വില പേശണമെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരുന്നു എന്ന് അവർ ചിന്തിക്കണം. അവർ കർണേ ചാഹിയേ ഥ, അവർ മേരി സുയി, എന്നാൽ എൻ്റെ ചിന്ത അതീത് മേം ജാ അടക്കി ഥി, അതിനൊക്കെ അപ്പുറത്തായിരുന്നു എൻ്റെ ചിന്ത. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था. മകളെ മടിയിലിരുത്തിയിട്ട് റെയിൽഗാഡിയുടെ കിടുക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ, ജനലിനുള്ളിലൂടെ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട്, ചാങ്കന എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. മേ സോച്ച് രഹാ ഥ, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. എൻ്റെ അച്ഛനും മേരെ പിതാഭി, എൻ്റെ അച്ഛനും റെയിൽഗാഡിയും സാമാൻ ബേച്ച്, ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് ജബ് തെക്കേ ഹാരെ ഘർ ആത്തെ, തെക്കേ ഹാരെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച അവശനായിട്ട് ഘർ ആത്തെ വീട്ടിൽ വരുമ്പോൾ, तो उनकी आँखों में भी, ആ സമയത്ത് ഉൻകി ആँखों में भी അവരുടെ കണ്ണുകളിലും വഹി നമി थी, ഇതേ നനവുണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആँखों में थी, ഇങ്ങനെയുള്ള നനവാണ് ഇന്ന് കണ്ട ആ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ് പണ്ട് എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഞാൻ കണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഖിഡ്കി എന്ന ഈ കഥയിലൂടെ അഞ്ജു ഖർബന്ദ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഒരു സാധാരണ കച്ചവടക്കാരിയുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അതിജീവനവുമാണ് അവർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിലപേശൽ നടത്തുമ്പോൾ പലപ്പോഴും ഉപഭോക്താവ് തൻ്റെ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തിക്ക് ആ കച്ചവടം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അത് അവരുടെ ജീവിതം അതിനെ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങളൊന്നും ഒരു ഉപഭോക്താവ് ചിന്തിക്കാറേയില്ല. കഥാനായകനായ യുവതിയുടെ കണ്ണുകളിലൂടെ തൻ്റെ അച്ഛൻ്റെ പഴയകാല ജീവിതം കാണുകയും അധ്വാനിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾക്ക് ജാതിയും ദേശവും ലിംഗവുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഖിഡ്കി അഥവാ ജാലകം എന്ന തലക്കെട്ട് പുറം ലോകത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കേവലം ഒരു ഭൗതിക ജാലകത്തിനപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് തുറക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മറ്റ് വർക്കുകൾ, അതായത് ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് ആക്ടിവിറ്റികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ.